ദൈവവചന ചിന്തയിലേക്ക് നമ്മളെ ശ്രദ്ധയെ കൊണ്ടുവരാം. യെഹെസ്കേലിൻ്റെ പുസ്തകം 37-ാം അധ്യായം. അതിൻ്റെ 5 മുതൽ വായിച്ചാട്ടെ. ഒരാൾക്ക് വായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും കണ്ണുകൾ അടയ്ക്കുക. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏൽപ്പിക്കുക. ഇന്ന് പകൽക്കാലം ഒരു മാനുഷ്യമായ ഒരു ചിന്തയല്ല നമ്മുടെ ജീവിതത്തിൽ ഇന്ന് പകൽക്കാലം വെളിപ്പെടേണ്ടത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ സമയം ഇവിടെ വെളിപ്പെടുവാൻ ഹല്ലേലൂയ എല്ലാ പ്രിയപ്പെട്ടവർക്ക് ദൈവവരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഓ ദൈവസാന്നിധ്യം എല്ലാവരും ഹൃദയംഗമായി ദൈവത്തിൻ്റെ സന്നിധിയിൽ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ രക്തത്താൽ ജയമടിക്കുകയാണ്, രക്തത്താൽ ജയമടിക്കുകയാണ്. കർത്താവേ സ്തോത്രം സ്തോത്രം സ്തോത്രം. സ്വർഗപിതാവേ സ്തോത്രം ചെയ്യുന്നു സ്തോത്രം ചെയ്യുന്നു സ്തോത്രം ചെയ്യുന്നു സ്തോത്രം ചെയ്യുന്നു. ഈ സമയം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏൽപ്പിക്കാൻ നിങ്ങളെ ഓരോ സ്തോത്രത്തിനും വലിയ വിലയാണ്. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ദൂതന്മാരിവിടെ ഇറങ്ങണമെങ്കിൽ നിങ്ങളുടെ സ്തോത്രം ഉയരോട്ട് പോയാൽ മാത്രമേ ദൈവത്തിൻ്റെ ദൂതന്മാർക്ക് ഇവിടെ ഇറങ്ങി വരാൻ കഴിയത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ സ്തോത്ര സ്തുതി ഉയരേ ചെല്ലുമ്പോൾ ദൈവത്തിൻ്റെ ദൂതന്മാരിവിടെ ഇറങ്ങി ഈ സമയം ദൈവത്തിൻ്റെ വലിയ മഹത്വമേറിയ പ്രവൃത്തി ഈ ഹോളിനുള്ളിലേക്ക് വ്യാപരിക്കപ്പെടുവാൻ പോകുകയാണ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് ഇവിടെ നിറഞ്ഞിരിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുകുട്ടികൾ ആബാലവൃത്ത് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ പട്ടണത്തിനായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇവിടെ ശുശ്രൂഷിക്കുമ്പോൾ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതെ ഹല്ലേലൂയ അതെ സകല ബന്ധനങ്ങളെ അഴിക്കുന്ന അതെ കെട്ടുകളെ അഴിക്കുന്ന ദൈവവചനം വെച്ച് സൗഖ്യപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം അവിടെ വെളിപ്പെടുന്ന ആ വലിയ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു സ്തോത്രം ചെയ്യുന്നു. രക്തം 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 ജയമെടുക്കുന്നു. രക്തം ജയമെടുക്കുക രക്തം ജയമെടുക്കുകയാണ്. ദൈവാത്മാവിൻ്റെ വലിയ സാന്നിധ്യം ഈ സമയം ഇവിടെ വെളിപ്പെട്ട് വരികയാണ്. അന്ധകാരത്തിൻ്റെ വ്യാപാര മണ്ഡലങ്ങളെ ഈ സമയം യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഈ ഇന്ന് പകൽക്കാലം അഴിഞ്ഞു മാറുകയാണ്. ദൈവശക്തി ഇന്ന് പകൽക്കാലം ഇറങ്ങുകയാണ്. യെസ് ഉടമന ഹതുനമന റിഘമന ശന്തൽ പ്രൗഢമ സിഖമനതന അസ്തൽ കടക ജഗത്തന റിഗൽ കടകതന റീബല വൗഢമ രഗമന. ദൈവാത്മാവിൻ്റെ അത്യന്ത ശക്തി ഈ സമയം വെളിപ്പെട്ടിരിക്കുകയാണ്. അത്യന്ത ശക്തി ഇന്ന് പകൽക്കാലം ഇവിടെ ഇറങ്ങി വ്യാപരിക്കുകയാണ്. യെസ് യെസ് റീബല ശന്തന ബൗഡിബന ഹതുനികസ്യാന ജീവൽ ഘടകരഹസ്യാന അസ്തൽ പ്രൗഢമസ്യാന ഉടകനകൾ ഘടകരഹസ്യാന. രക്തത്താൽ ജയമെടുക്കുകയാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ന് പകൽക്ക് ഓരോരുത്തരുടെ മേലും കുഞ്ഞുകുട്ടികളുടെ മേല് ആബാലവൃദ്ധ നിങ്ങളെ പുത്രന്മാർ പ്രവചിക്കും. വൃദ്ധന്മാർ ദർശനങ്ങളെ ദർശിക്കുമെന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ വചനം ഇന്ന് പകൽക്കാലം ഇവിടെ വെളിപ്പെടുകയാണ്. യെസ് അന്ത്യകാലത്ത് സകല ജനത്തിനു മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. യോവേൽ പ്രവാചകൻ അതെ പ്രവചിച്ച പ്രവചനം ഈ പകൽക്കാലം അതെ ഇവിടെ നിറവേറാൻ പോകുകയാണ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽക്കാലം സംഭവിക്കട്ടെ. ഉടമന ഹതുനമന റിഗമന ഷൈഡമന ഹതുനഗച്ഛന റിഗൽ കടഗജ രഹസ്യാന അന്തൽ പ്രൗഢമസ്യാന ഊടകമനത രഹസ്യാന. ഓ ശിവരവര വൈഡവര ഗമനത രഹസ്യാന. ദൈവശക്തി ഇറങ്ങട്ടെ ദൈവശക്തി ഇറങ്ങട്ടെ ദൈവശക്തി ഇറങ്ങട്ടെ. ദൈവാത്മാവിൻ്റെ ശക്തി ഇന്ന് ഓരോരുത്തരുടെ മേലും പ്രവചനത്തിൻ്റെ ആത്മാവ് വെളിപ്പാടിൻ്റെ ആത്മാവ് ദർശനത്തിൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ കൃപയുടെ ആത്മാവ് ഈ പകൽക്കാലം ഇവിടെ വെളിപ്പെട്ട് വരട്ടെ. ഉടമന റിഗമന ദുരഗച്ഛന റിഗമന ദൈവാത്മാവിന്റെ ശക്തി ഇന്ന് പകൽക്കാലം വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവാത്മാവിന്റെ ശക്തി മാത്രമല്ല ദൈവത്തിന്റെ കൃപ പരിശുദ്ധാത്മാവിന്റെ നാം അർഹിക്കാത്ത കൃപ ഇന്ന് പകൽക്കാലം ഓരോരുത്തരുടെ മേലും ഇന്ന് പകൽക്കാലം വെളിപ്പെടുകയാണ്. യെസ് ശിവരവര ശന്ധന വൈഡമന അധുനാരികസി ഖമനദരസ്യ ഓരകൽ പ്രൗഢി സംദൽ കടകധുന ഉടകൽ കടകത രഹസ്യ ഖമനത രഗച്ഛന
ശബനഗച്ഛന റിഗമന ദുരിഗസ്യാനം. രക്തത്താ ജയമടിക്കുകയാണ്, രക്തത്താ ജയമടിക്കുകയാണ്. കർത്താവേ നന്ദി, കർത്താവേ നന്ദി, കർത്താവേ. ഈ പകൽക്കാലം അങ്ങയുടെ സന്നിധിയിലേക്ക് ഏൽപ്പിക്കുകയാണ്. വിക്കം ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവേ അങ്ങേ വിൽക്കം ചെയ്യുകയാണ്. ഈ പകൽക്കാലം ചില പ്രവൃത്തികളിലൂടെ ചെയ്യുന്ന ആ വലിയ കൃപകൾക്കായി സ്തോത്രം ചെയ്യുകയാണ്. വലിയൊരു അത്ഭുത പ്രവൃത്തി ഇന്ന് പകൽക്കാലം സഭയുടെ മേൽ വെളിപ്പെട്ട് വരട്ടെ, വ്യക്തികളുടെ മേൽ വെളിപ്പെട്ട് വരട്ടെ, കുടുംബങ്ങളുടെ മേൽ വെളിപ്പെട്ട് വരട്ടെ. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ സാന്നിധ്യം ഓരോരുത്തരുടെ മേലും ഇന്ന് പകൽക്കാലം വെളിപ്പെട്ട് വരട്ടെ. ദൈവത്തിൻ്റെ വചനമയച്ച് സൗഖ്യമാക്കുന്ന വചനം ഇന്ന് പകൽക്കാലം അവിടെ നിന്ന് സൗഖ്യപ്പെടുത്തുന്ന കൃപകൾക്കായി സ്തോത്രം. അടിയനെ ഞങ്ങളുടെ പൊന്നുപാട ഏൽപ്പിക്കുന്ന കർത്താവേ, ദൈവ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കും, വിടിവിക്കുമാത്ത് കൊടുക്കും. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ അടിയങ്ങൾ അപേക്ഷിക്കുന്നു, കൃപയുടെ പരിശുദ്ധ പിതാവേ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ പ്രാർത്ഥനയോടും കൂടെ ഈ സമയം നമ്മളെ മുന്നിൽ ആയിരിക്കാം. ദൈവത്തിൻ്റെ വലിയ ഒരു പ്രവൃത്തി, ഹല്ലേലൂയ, സ്തോത്രം, നമ്മുടെ മുമ്പിൽ ചെയ്യും എന്നല്ല, കർത്താവ് ചെയ്തിരിക്കുകയാണ്. എത്ര പേര് വിശ്വസിക്കുന്നു? ചെയ്യുമെന്ന് നമ്മൾ ഒരിക്കലും വിശ്വസിക്കേണ്ട, ചെയ്തിരിക്കുകയാണ്. അതാണ് നമ്മളെ വിശ്വാസം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാനിവിടെ ഹല്ലേലൂയ സ്തോത്രം ഈ വചനം ഇവിടെ എടുത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സാക്ഷ്യം കൂടെ ഉണ്ട്. ചെറിയ രീതിയിൽ സാക്ഷ്യവും ദൈവവചന ശുശ്രൂഷയായിട്ട് ഹല്ലേലൂയ സ്തോത്രം മുന്നോട്ട് പോകാം. അതെ, എൻ്റെ ഈ കാല് കഴിഞ്ഞ ഒരു വർഷക്കാലം 8 മാസത്തോളം ഞാൻ ബെഡിലായിരുന്നു. സ്തോത്രം. ചർച്ചിൻ്റെ പണി നടക്കുന്ന സമയത്തൊരു ആണി കൊണ്ടതാണ് വിഷയം. പക്ഷെ ആണി കൊണ്ട് അത് പഴുത്ത് വലിയ സർജറിയാണ് ചെയ്തത്. അത് എൻ്റെ തെളിവുണ്ട്, ഞാൻ കാണിച്ചു തരാം. 3 ഡോക്ടർമാർ എൻ്റെ കാല് മുറിക്കണമെന്ന് വിധി എഴുതി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പക്ഷെ ആ സ്ഥാനത്ത് സ്വർഗത്തിൽ ദൈവത്തിൻ്റെ കരം എന്ത് ചെയ്തു? ഇറങ്ങി വന്നു. ഈ കാല് ദ്രവിച്ചു പോയതാണ്. എൻ്റെ എല്ല് കിട്ടിയതിൻ്റെ ഫോട്ടോയൊക്കെ എൻ്റെ ഉണ്ട്. അത് പറയാൻ കാരണം ലോഹ അത്ഭുതങ്ങളിൽ ഒരു അത്ഭുതമാണ്. സ്തോത്രം. അതുകൊണ്ടാണ് ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ദ്രവിച്ചു പോയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അത് ഡോക്ടറെ കുറ്റം പറഞ്ഞൊരു കാര്യമില്ല, അത് അവരുടെ ജോലി മുറിക്കുക എന്നാണ്. സ്തോത്രം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, അതുകൊണ്ടാണ് ഈ വചനം ഞാൻ എടുത്തത്. അതായത് അസ്ഥിയും മാംസവും ത്വക്കും ഞാൻ എന്ത് ചെയ്യും? വെച്ച് പിടിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒത്തിരി ഈ വചനം ഒരുപാട് നാൾ മുമ്പ് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്, 100 കണക്കിന് പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷെ അന്ന് പ്രസംഗിച്ചതുപോലെ അല്ല ഇന്നത്തെ എൻ്റെ പ്രസംഗം. പ്രൈസ് ദി ലോർഡ്. പ്രസംഗത്തിന് വ്യത്യാസമുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇന്ന് പകൽക്കാലം നമ്മളുടെ ആയിരിക്കുന്ന വിടുതൽ അല്ല, കിട്ടും ചെയ്തു എന്നല്ല, വിടുവിച്ചു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഞാൻ 1 മാസം ഹോസ്പിറ്റലിൽ കിടന്നിട്ട്, ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലായിരുന്നു. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞ് ബ്ലഡ് ഓട്ടമില്ല പാസ്റ്റർ, ഇവിടെയൊക്കെ വെച്ച് മുറിക്കണം, 4 വിരലും പ്രശ്നമായി. അപ്പം ഞാൻ ആ ഡോക്ടറെ അടുത്ത് പറഞ്ഞ്, സാർ ഒരു കാര്യം ചെയ്യണം, മെഡിക്കൽ കോളേജിലേക്ക് എനിക്ക് റെഫർ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഒരു തുണ്ടൊക്കെ തന്ന് മെഡിക്കൽ കോളേജിൽ പോയി. മെഡിക്കൽ കോളേജിൽ പോയപ്പോൾ ഡോക്ടർ എക്സ്റേ കണ്ടിട്ട് പറഞ്ഞു, ഇനി വേറെ ഇതിനകത്ത് ഒരു ഓപ്ഷനും ഇല്ല, ഇതങ്ങ് ചെത്തിക്കളയുക. സ്തോത്രം. ഇപ്പം ഞാൻ ഒബ്സർവേഷനിൽ കിടക്കുകയാണ്. എൻ്റെ വൈഫും എൻ്റെ മകളും ഓർമ്മയില്ലാതായി. കാരണം ഞാൻ റോളൻസ് എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ നെയ്യാറ്റിങ്ങനെ കിടക്കുമ്പോൾ 2 പേരെ മുട്ട് മുറിച്ച് അത് അവർ കണ്ടിരിക്കുകയാണ്. അപ്പം അതുപോലെ ആകുമോ എൻ്റെ പപ്പയുടെ കാലുമെന്ന് അവർ ചിന്തിച്ചു. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ആ ഒബ്സർവേഷനിൽ കിടക്കുമ്പോൾ ഇവർ ഓർമ്മയില്ലാതെ നിൽക്കുമ്പോഴും എൻ്റെ ഉള്ളിൽ ഒരു ചിന്ത വന്ന്, ഞാൻ സകല രോഗത്തെ സൗഖ്യമാക്കുന്ന ദൈവം. ഇന്ന് പകൽക്കാലം ഈ സാക്ഷ്യം കേട്ടിട്ട് നിങ്ങൾ ചുമ്മാതെ ഒന്ന് പോകാനല്ല, ഈ സാക്ഷ്യം എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനേക ആയിരങ്ങളെ വിടുവിക്കാൻ തക്കവണ്ണമാണ്. അനേക ആയിരങ്ങൾ വിടുതൽ പ്രാപിക്കാനാണ് ഈ സാക്ഷ്യം. അത് കേട്ട് ഈ ചെവി കൊണ്ട് കളയാനല്ല, സ്വർഗത്തിന് ദൈവത്തിന് മഹത്വം കൊടുക്കാനാണ്. പ്രൈസ് ദി ലോർഡ്. അതാണ് ഞാൻ സകല രോഗത്തെ സൗഖ്യമാക്കുന്ന ദൈവം. ദൈവം പറഞ്ഞത് തന്നെ, അവിടെ പിന്നെ അപ്യലില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം. ഇവിടെ സൗഖ്യം വ്യാപരിച്ചു. ഹല്ലേലൂയ സ്തോത്രം. പക്ഷേ 8 മാസത്തോളം ഞാൻ ബെഡിൽ കിടക്കേണ്ടി വന്നു. പക്ഷേ
എല്ലാവരും പോയി. എല്ലാവരും പോകും. പ്രതികൂലം വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ, പ്രശ്നം വരുമ്പോൾ ആരും ഉണ്ടാവില്ല. സ്തോത്രം. ഇനി എത്ര വലിയ ഉന്നതനെന്ന് പറഞ്ഞാലും ഒരു പ്രതികൂലം, ഒരു പ്രയാസം വരുമ്പോൾ മാത്രമേ ഹല്ലേലൂയ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. പക്ഷെ ഒരു കാര്യമുണ്ട്, ആ ബെഡിൽ എൻ്റെ യേശു ഉണ്ടായിരുന്നു. സ്തോത്രം, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. എന്നോട് കർത്താവ് പറഞ്ഞു, 2012 ഞാനൊരു സഹോദരന് വേണ്ടി 2 ദിവസം ഓൾ നൈറ്റ് പ്രെയർ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ആക്സിഡൻ്റ് ആയ ഒരു സഹോദരൻ ആ ഭവനത്തിനകത്ത് നൈറ്റ് 2 മണിക്ക് 12 വർഷങ്ങൾക്ക് മുമ്പ് 2012 കർത്താവിനോട് പറഞ്ഞു, നിന്നെ അനേക രാജ്യങ്ങളിൽ ഞാൻ കൊണ്ടുപോകും. ഞാൻ ചോദിച്ചു, എന്തിനാണ് കർത്താവേ? നീ പ്രാർത്ഥിക്കുന്നത് കൊണ്ട്. ഒരു കാര്യം കേട്ടോളണം, പക്ഷേ ഈ കാലിൽ ഈ പ്രയാസം വന്നപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു, എൻ്റെ മുട്ടും മുറിച്ച് കാലും വയ്യാതിരുന്ന ഞാൻ എവിടെ പോകും? പക്ഷെ ഒരു കാര്യം പറയാം, തമ്പുരാൻ ഒരു വാക്ക് പറഞ്ഞാൽ, യെസ്, ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മ പറയുകയാണ്, നിങ്ങളോട് ആരോടെങ്കിലും തമ്പുരാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമൈതലേ, അത് ഒരിക്കലും വാക്കുമാറാത്ത ദൈവമാണ്. അത് എത്ര നാളായിരുന്നാലും അത് നിവർത്തിക്കുക തന്നെ ചെയ്യും. യെസ്, യെസ്. ഇത് ദൈവമാണ് പറയുന്നത്. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മ പറയുന്നു, കഴിഞ്ഞ നാളുകളിൽ ഇവിടെ ഇരിക്കുന്ന ആരോടെങ്കിലും ഏതെങ്കിലും വാഗ്ദത്തങ്ങൾ പ്രവാചകൻ കൂടെ അല്ല നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, ദർശനങ്ങളോട് തന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ മങ്ങിപ്പോകരുത്. ഇന്ന് പകൽക്കാലം അത് പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കോ. ഇന്ന് പകൽക്കാലം നീ പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കോ. നിന്റെ വിടുതലിന്റെ പകൽക്കാലമാണ്. യെസ്, ഉടമന റിവന അൽക്കടകമനത നഗച്ചല ഷൈഡൽ പ്രൗഢമനതന റീഗൽ കടകത രഹസ്യന. ഇന്ന് പകൽക്കാലം നിന്റെ വിടുതലിന്റെ പകൽക്കാലമാണ്. യെസ്, റിവന ശന്ധന ധന റിഗൽ കടക ഉടമന റിഗസി ഖമനത രഹസ്യന രക്തത്ത ജയമടിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത നമുക്ക് വചനത്തിലേക്ക് വരാം. സ്തോത്രം. വായിച്ചാട്ടെ, 37:1 മുതൽ വായിച്ചാട്ടെ. 37:1 മുതൽ. യഹോവയുടെ കൈ എൻ്റെ മേൽ വന്ന് യഹോവയുടെ ആത്മാവിൽ എന്നെ എന്ത് ചെയ്തു? പുറപ്പെടുവിച്ചു. താഴ്വരയുടെ നടുവിൽ എന്ത് ചെയ്തു? നിർത്തി. അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. അവയുടെ ഇടയിൽ കൂടി ചുറ്റി ചുറ്റി നടക്കുമാറാക്കി. എത്രയും അധികമായിരുന്നു. അടുത്ത്, അവ ഏറ്റവും ഉണങ്ങിയുമിരുന്നു. അവർ എന്നോട്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. അടുത്ത്, അതിന് ഞാൻ, യഹോവയായ കർത്താവേ, നീ അറിയുന്നു എന്ന്. ഇനിയാണ് നമ്മൾ വചനത്തിലേക്ക് കടക്കാൻ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. യെഹെസ്കേൽ പ്രവാചകനോട് ദൈവം ചോദിക്കുന്നത്, ഈ അസ്ഥികൾ ജീവിക്കുമോ? നമ്മളോടാണ് ചോദിച്ചത്. നമ്മൾ എന്ത് പറയും? അയ്യേ, അതൊന്നും ഇനി രക്ഷപ്പെടുന്ന കാണില്ല. ഇനി അതൊന്നും ഇനി ഒരിക്കലും എന്ത് ചെയ്യില്ല, രക്ഷപ്പെടുത്തില്ല കർത്താവേ. എത്രയോ നാളുകൊണ്ട് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച്, അയ്യോ എനിക്കിനി പ്രാർത്ഥിക്കാൻ വയ്യ. കാരണം പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് മടുത്ത് ഇനി അത് ഒരിക്കലും രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ല. നമ്മൾ അങ്ങനെ മറുപടി പറയുകയുള്ളൂ. എന്നാൽ ഇന്ന് പകൽക്കാലം അതുകൊണ്ടാണ് വിടുതൽ കിട്ടി എന്നല്ല, അല്ലെങ്കിൽ വിടുതൽ കിട്ടി എന്ന്, അല്ല വിടുവിക്കും എന്നല്ല, വിടുതൽ കിട്ടി എന്ന് പറഞ്ഞുകൊണ്ടേ ഇന്ന് ഇവിടെ നിന്ന് പോകാവൂ. ഒരു വലിയ വിടുതൽ. ഞാൻ നാളുകൊണ്ട് ഞാൻ ഈ വിഷയം ഇവിടെ എനിക്ക് ശുശ്രൂഷയ്ക്ക് അത് ആ ഡേറ്റ് തന്ന മുതൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വലിയ അത്ഭുതങ്ങൾ ആലിലെ സ്തോത്രം നടക്കാൻ പോവുകയാണ്. അത് നിങ്ങൾ വിശ്വസിച്ച് ഇന്ന് പകൽക്കാലം ഏറ്റെടുത്ത് കൊണ്ടുപോകണം. ഷൂഡബല വൈഡബല ദരസ്യാന. അപ്പം ഇന്ന് പകൽക്കാലം നോക്കണമേ, ഇവിടെ പ്രവാചകൻ അതെ ദൈവത്തോട് പറയുന്നതിൻ്റെ ആ വിഷയം എങ്ങനെയാണ്? എല്ലാം അങ്ങറിയും, എനിക്കൊന്നും അറിയത്തില്ല. സ്തോത്രം. പരിശുദ്ധാത്മാവ് ഇന്ന് ചോദിക്കുന്നു, പ്രാർത്ഥിച്ച് മുരടിച്ച് വിടുതലില്ല, അല്ലെങ്കിൽ വിടുതൽ കിട്ടിയില്ല, ഇനി രക്ഷയില്ല എന്ന് ആരെങ്കിലും ഹൃദയത്തിൻ്റെ അകത്ത് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇന്ന് പകൽക്കാലം അത് എടുത്തു മാറ്റി നാളെ നിന്റെ ജീവിതത്തിലേക്ക് അത് വിടുതൽ തരാൻ പോകുകയാണ്. യെസ്, യെസ്. ചൂടബല റിക്കബനദുര
യെസ്, പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ യെഹെസ്കേലിന് പറയാം. കാരണം യെഹെസ്കേലിന്റെ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് ഭയാനകരമായ നിലകളിലാണ് യെഹെസ്കേൽ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നത്. സ്തോത്രം. കാരണം ഇസ്രായേലിൽ അത്രമാത്രം ഞെരുക്കത്തോടും കൂടെ വളരെ വേദനാജനകമായ അവസ്ഥയിൽ നിന്ന ഒരു വ്യക്തി, ഹല്ലേലൂയ സ്തോത്രം, ദൈവത്തോട് ഒരിക്കലും അങ്ങനെ പറയത്തില്ല, നീ അറിയുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം കർത്താവിന്റെ വചനം പറയുന്നു, സകല ഭാരവും എങ്കിലേക്ക് ഇട്ടുകൊള്ളുവീൻ. ഇന്ന് ഭാരപ്പെടുന്ന ഏതെങ്കിലും വിഷയത്തിന്റെ മധ്യത്തിൽ, ഇന്ന് പകൽക്ക് ഏത് വിഷയമായിരുന്നാലും ഇന്ന് പകൽക്കാലം ആരെയോ ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുകയാണ്, അത് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കൊടുക്കണം. കർത്താവേ, അങ്ങറിയുന്നു, എനിക്കൊന്നും അറിയത്തില്ല അപ്പാ, എനിക്കൊന്നും അറിയത്തില്ല, അത് ജീവിക്കുവോ ഇല്ലയോ. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾ ദൈവത്തിനെക്കാരും അറിവ് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴാണ് ദൈവപ്രവൃത്തിക്ക് തടസ്സമായിരിക്കുന്നത്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ദൈവത്തെക്കാരും അറിവ് നമുക്കെന്ന് പറഞ്ഞാൽ നമ്മൾ മുരടിച്ചു പോകുന്നു, നമ്മൾ തളർന്നു പോകുന്നു, നമ്മൾ ക്ഷീണിച്ചു പോകുന്നു. അപ്പൊ ക്ഷീണിക്കുമ്പോഴാണ് നമ്മൾ ദൈവത്തെക്കാരും അറിവ് വരുന്നത്. കാരണം അതൊന്നിനും രക്ഷയില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മ പറയാണ്, ഈ ഹോള് നിറയാൻ പോകുകയാണ്. പക്ഷെ നിങ്ങൾ വിചാരിക്കണം, പരിശുദ്ധാത്മാവ് പറയാണ്, ഈ ബഹറിൻ പട്ടണത്തിൽ ആയിരക്കണക്കിന് ജനങ്ങൾ മുരടിച്ച് വിസ ഇല്ലാതെയും ജോലിയില്ലാതെയും കടഭാരത്തിലും വിവിധമായ ഭാരങ്ങളിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവർ ഈ പട്ടണത്തിലുണ്ട്. പക്ഷേ അവരെല്ലാം കയറ്റേണ്ട ജോലി ആരെ ജോലി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ജോലിയാണ്. പക്ഷെ നിങ്ങൾ മുരടിച്ചാൽ പോയി. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ മുരടിച്ചു കഴിഞ്ഞാൽ പോയി, രക്തത്തെ ജയമെടുക്കുകയാണ്. അപ്പൊ ഇന്ന് പകൽക്കാലം നോക്കണം, കർത്താവേ, അതെ എനിക്കറിയത്തില്ല ജീവിക്കുമോ ഇല്ലയോ, അത് അങ്ങേക്കെല്ലാം അറിയാം. ദൈവത്തെ കൊണ്ട് കഴിയാത്ത ഏതെങ്കിലും കാര്യമുണ്ടോ? കർത്താവിന്റെ വചനം പറയുന്നു, ഞാൻ സകല ജഡത്തിന്റെ യഹോവയായ ദൈവമാകുന്നു. എന്നാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ഉണ്ടോ? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടുത്ത ഹല്ലേലൂയ സ്തോത്രം. പ്രവാചകൻ നോക്കണമേ, എന്തുകൊണ്ടാണ് പ്രവാചകൻ അതെ ദൈവത്തോട് അങ്ങനെ പറയേണ്ട കാര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാളുകൾ കൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു, നാളുകൊണ്ട് നീ പറയുന്നതൊക്കെ ഞാൻ അനുസരിച്ചു, പക്ഷേ ഞാൻ എല്ലാം അങ്ങ് കേൾപ്പിച്ചിരിക്കുകയാണ്. സ്തോത്രം, 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 സ്തോത്രം. ഞാൻ എല്ലാം അങ്ങയുടെ കയ്യിലേക്ക് തരികയാണ്. സ്തോത്രം, സ്തോത്രം. കാരണം അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അല്ലെങ്കിൽ സ്തോത്രം, നമ്മളാണെങ്കിൽ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, കുറച്ചാൾ പ്രാർത്ഥിച്ചു, അതെ, പിന്നെ വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി പറയും, നീ ഒരു കാലം ഗുണപ്പെടില്ലടാന്ന് പറയും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ നീ ഒരു കാലം ഇനി നേരെ ആവാൻ പോകുന്നില്ല, നിനക്ക് അടി കിട്ടിയാലേ നേരെ ആവണം. ഒരിക്കലും അങ്ങനെ പറയരുത്. സ്തോത്രം. ഒരിക്കലും നമ്മൾ അങ്ങനെ പറയരുത്. നീ എന്നെ അടിച്ച് ദൈവം കമ്പിയും കൊണ്ട് കിടക്കണം അടിക്കാനായിട്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദാവീദ് പറഞ്ഞാൽ കഷ്ടതരായത് ഏറെ ഗുണമായി. എന്തിനു വേണ്ടി? ദൈവത്തിന്റെ ചട്ടങ്ങളെ പഠിപ്പാൻ തക്കവണ്ണം. അടിക്കുക, പിടിക്കുക, തൊഴിക്കുക, ദൈവം എന്തോ ചെയ്യട്ടെ. ഇന്ന് പകൽക്കാലം നമ്മുടെ സബ്ജക്റ്റ് അല്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നമ്മൾ ആരെ അടിക്കാനും തൊഴിക്കാനും ചവിട്ടാനും പറയണ്ട. കർത്താവ് എല്ലാം അങ്ങ് അറിയുന്നുണ്ട്, എല്ലാം അങ്ങേക്കറിയാം. ഒരു തലയിൽ നിന്നൊരു മുടി അതേ നിലത്ത് വീണാൽ എൻ്റെ ദൈവത്തിന് അറിയാതെ അല്ല. സ്തോത്ര. അങ്ങനെയാണ് നീ ഇരിക്കുന്നതും നിൽക്കുന്നതും നടക്കുന്നതും നിന്റെ ഹൃദയങ്ങളെയും നിലവുകളെയും ഉൾഫുകളെയും ഇന്ദ്രിയങ്ങളെയും സ്വർഗത്തിൽ നിന്ന് ദൈവം ആരായുന്ന ദൈവത്തിന്റെ സന്നിധന ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുന്നു. യെസ്. ശുഡബര വൈഡബന ദുരിഗസ്യ രിഗത്തന അജഗൽ കടഗദ രഹസ്യ ഖമനദ രഹസ്യന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ ഹല്ലേലൂയ സ്തോത്രം പറയുന്നത് അതെ ചുറ്റി നടക്കുമാറാക്കി. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ പ്രവാചകൻ പറയും, ഇതൊക്കെ കണ്ടു മടുത്തത് കർത്താവേ എന്ന് വേണമെങ്കിൽ പറയാല്ല. ദൈവസന്നിധിയിൽ മടുപ്പില്ല. സ്തോത്രം. മടുപ്പ് എന്ന് പറഞ്ഞ ഒരു കാര്യം ദൈവത്തിന്റെ സന്നിധിയിൽ എന്തില്ല? ഇല്ല. കാരണം കർത്താവ് യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, ലോകത്തിൽ നിങ്ങൾക്ക് എന്തുണ്ട്? എന്നിട്ട് എന്ത് പറഞ്ഞ്? എന്നിട്ട് ലോക അവസാനം വരെയും ഞാൻ
നിങ്ങളോട് കൂടെ. പിന്നെ ഇനി എന്തോന്ന് വേണം? ഹല്ലേലൂയ. ഇതിലപ്പുറം ഇനി വേറെ എന്തോന്ന് പ്രോമിസ്? ഇതിലപ്പുറം ഇനി വേറെ എന്തോന്ന് വേണം? അത് വേറെ എന്തോന്ന് വേണമെന്ന് പറ. അപ്പൊ ഇന്ന് പകൽക്കാലം കാലിലേശ്വരത്ത് ഇവിടുത്തെ കഷ്ടതയോ ഇവിടുത്തെ പ്രതികൂലങ്ങളോ ഇവിടുത്തെ പ്രശ്നങ്ങളോ അതല്ല വിഷയം. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ സന്നിധിയിൽ നിത്യതയിൽ ചേർക്കപ്പെടുന്നതാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ.